രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്ന നിലപാടുകളുടെ സ്വീകാര്യത വളരെയേറെ വർദ്ധിച്ചിട്ടുള്ള ഒരു സന്ദർഭമാണിത്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ദേശീയ രാഷ്ട്രീയത്തിലെ എല്ലാ പ്രധാനപ്പെട്ട മാറ്റങ്ങളുമായി ബന്ധപ്പെടുത്തി അതിൽ ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള വലതുപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു കേന്ദ്രഭരണം നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുമുന്നേറ്റത്തിൽ ദുർബല പിന്നോക്ക ജനവിഭാഗങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന നയങ്ങളാണ് സ്വീകരിച്ച് വന്നത്. വലിയ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് നമ്മുടെ രാജ്യ സമ്പത്താകെ കൊള്ളയടിക്കാൻ സഹായകരമായ നിലപാട് എന്നുള്ള നിലയിലും കൂടുതൽ സൗജന്യങ്ങൾ അതിസമ്പന്നർക്ക് എന്ന ബി.ജെ.പി. സമീപനവും സൃഷ്ടിച്ച ഒരുപാട് പ്രയാസങ്ങളാണ് നാടനുഭവിക്കുന്നത്. എല്ലാവരെയും ഒന്നിച്ച് കാണുക എന്ന ദേശീയ സ്വാതന്ത്ര്യ സമര മൂല്യങ്ങളുടെ തിരസ്കാരം സംഭവിച്ച ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. സമൂഹത്തെ മതപരമായി വലിയ തോതിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു. ജാതി ചേരുവകളെ ഭിന്നിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ കാര്യലാഭം എന്നുള്ള നിലയ്ക്ക് സമൂഹത്തെ വീണ്ടും ഭിന്നിപ്പിക്കുക എന്ന നിലപാടാണ് സ്വീകരിച്ചത്. സ്വാഭാവികമായും ഇതെല്ലാം സൃഷ്ടിച്ച പ്രയാസകരമായ അന്തരീക്ഷത്തെ അതിജീവിക്കുക എന്നത് ഇന്ന് അതിപ്രധാനമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലെ ഏറ്റവും നിർഭാഗ്യകരമായ ഒരു അവസ്ഥ ഇന്ത്യൻ പാർലമെൻറ്റിൽ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. കേരളം ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ഗൗരവബുദ്ധിയോടുകൂടിയാണ് അതിനെ സമീപിക്കുന്നത്. കേരളത്തിൻ്റെ താല്പര്യങ്ങൾ, കേരളത്തിൻ്റെ വികസനം, അത് സംബന്ധിച്ച് നമ്മൾ നേടിയ നേട്ടങ്ങളെ ദുർബലപ്പെടുത്താനാണ് കേന്ദ്ര ബി.ജെ.പി. ഭരണം ശ്രമിച്ചത്. സാധാരണക്കാരനു കൂടി സാമൂഹ്യ അവകാശങ്ങൾ സംരക്ഷിച്ച് കിട്ടിയ സാമൂഹ്യ തുല്യതയുടെ മുന്നേറ്റം നടത്തിയ സംസ്ഥാനമാണ് കേരളം. നമ്മൾ ആർജിച്ച നേട്ടങ്ങളെ ഇനിയും മെച്ചപ്പെടുത്തുക എന്നത് പ്രധാനമാണ്. അതിൽ കേന്ദ്രം സ്വീകരിച്ച നിലപാട് അത്യന്തം കേരള വിരുദ്ധമായിരുന്നു. കേരളത്തിൻ്റെ വികസനത്തിന്, കേരളത്തിലെ വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹ്യ മേഖലകളിലുണ്ടായ വളർച്ചയ്ക്ക്, അതിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായകരമായതല്ല കേന്ദ്ര നിലപാട്. കേന്ദ്രം കേരളത്തോട് കാണിച്ച കടുത്ത അവഗണനയുടെ മുന്നിൽ നിശബ്ദത പാലിച്ച ഒരു കൂട്ടം എം.പിമാരായിരുന്നു യു.ഡി.എഫിൻ്റെ സ്ഥാനാർത്ഥികളായി വിജയിച്ച് പാർലമെൻറ്റിലെത്തിയത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 5 വർഷക്കാലം കേരള വിരുദ്ധമായ സമീപനം സ്വീകരിക്കാൻ മോദി ഭരണത്തിന് സഹായകരമായ പശ്ചാത്തലമൊരുക്കിയ എം.പിമാരാണ് യു.ഡി.എഫിനെ പ്രതിനിധാനം ചെയ്തത്. കേരളം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചരിത്രമാണത്. കേരളം മായ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചരിത്രമാണത്. അതുകൊണ്ട് തന്നെ യു.ഡി.എഫ് കഴിഞ്ഞ 5 വർഷക്കാലം പാർലമെൻറ്റ് അംഗങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരള താൽപ്പര്യങ്ങളെ ബലികഴിച്ചതിനെതിരായ ജനഭീതി കൂടിയായി ഈ തെരഞ്ഞെടുപ്പ് മാറാൻ പോവുകയാണ്. കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, കേരളത്തിനോട് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്ന തെറ്റായ നിലപാടുകൾക്കെതിരായി ജനങ്ങൾ ശക്തമായ സമീപനം ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കും.